വെസ്റ്റ് ഏഷ്യയുടെ ഒരു രാഷ്ട്രീയം എന്നത് കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനുള്ളിൽ വളരെ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ യുദ്ധത്തിലൊക്കെ കാണുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രധാനമായും നോക്കുകയാണെങ്കിൽ ഈ പടിഞ്ഞാറൻ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും വെസ്റ്റ് ഏഷ്യയിലാണെങ്കിലും അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത ഒരേ ഒരു രാജ്യം എന്നത് ഇപ്പം ഇറാനാണ്. ബാക്കി ഈ ഇസ്രായേലിന് ചുറ്റുമുള്ള, അതായത് 1948 ഇസ്രായേൽ പിറന്നു വീണപ്പം ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച അറബ് രാജ്യങ്ങളൊന്നും ഇപ്പോൾ ഇസ്രായേലിനെതിരല്ല. പക്ഷെ ഇസ്രായേലിനെതിരായി നിൽക്കുന്ന രാജ്യം ഒരു 1000 കിലോമീറ്റർ ദൂരെയുള്ള ഇറാനാണ്. അത് തന്നെയാണ് അമേരിക്കയുടെയും ശത്രു, ഇതേ ഇറാനാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മേഖലയിലെ ഒരു വില്ലൻ എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനാണ്. ആ ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അപ്പരന്റ്ലി ആ മേഖലയിൽ നടക്കുന്നത്. ഇത് ഒരു അവസരമായിട്ടും കാണുന്നുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം ഈ ഓയിലിന്റെ ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു കുറെ കാലമായിട്ട്, അല്ലെങ്കിൽ ഒരു വിലപേശൽ മൂല്യം ഉണ്ടായിരുന്നു ഓയിലിന്. അത് സബ്സ്റ്റാൻഷ്യലി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനുള്ളിലും. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ അറബ് രാജ്യങ്ങളെല്ലാം മിത്രങ്ങളാവുകയും ഈ ഇറാൻ മാത്രം ഇങ്ങനെ വിഘടിച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ ഉള്ള ഒരു ശ്രമമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്. ഇത് പല കാലത്തും അമേരിക്ക ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ഇറാഖിലേക്ക് കടന്നു കയറി അവിടെ ചെയ്തതെല്ലാം നമ്മൾക്കറിയാവുന്നതാണ്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ലിബിയയിൽ എന്താണെന്ന് അറിയാം. അതായത് ഇത് ഈ ആണവായുധത്തിലാണ് തുടങ്ങിയതെങ്കിൽ പോലും ഇപ്പോൾ ബെഞ്ചമിൻ നെറ്റന്യാഹു പറയുന്നത് റെജീം ചേഞ്ച് എന്നതാണ്. അതായത് ഗോൾ പോസ്റ്റ് മാറ്റിയിട്ടുണ്ട് ഓൾറെഡി. ഇത്തരത്തിലുള്ളൊരു മാറ്റം ആ മേഖലയിൽ നടക്കുന്നുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം ആ മേഖലയ്ക്ക് മൊത്തമുള്ള ഒരു ദൗർബല്യം സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു കാരണം ഈ ഓയിലിന്റെ വിലപേശൽ മൂല്യം കുറഞ്ഞതാണ്. അതിന്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഈ യുദ്ധത്തിൽ ഇപ്പോൾ കാണുന്നത്.